الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ വളരെ പുണ്യമായ പകലുകളും രാത്രികളുമാണ് മുന്നിലുള്ളത്. നാം വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഈ മാസത്തിൽ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ പള്ളികളിലെത്താൻ സാധിച്ചു. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ ദിനങ്ങൾ, തുടക്കത്തിലെ ദിവസങ്ങൾ അല്ലാഹു തആല കണക്കില്ലാതെ അവൻ്റെ സ്നേഹവും കരുണയുമെല്ലാം വാരിക്കോരി നൽകുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹത്തിന്, അവൻ്റെ കരുണയ്ക്കൊരതിരുമില്ല. അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നത് പോലെ ലോകത്താരും നമ്മെ സ്നേഹിക്കുന്നില്ല. സത്യത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹവും കരുണയും ശരിയായി നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നാം സ്നേഹിക്കുമായിരുന്നില്ല. ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കും, നമുക്കറിയാം. തിരിച്ചും അവരെ സ്നേഹിക്കാറുണ്ട്. നമ്മുടെ ഭാര്യ നമ്മളെ സ്നേഹിക്കും, നമുക്കറിയാം. പകരം തിരിച്ചവരെ സ്നേഹിക്കാറുണ്ട്. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ സ്നേഹിതന്മാർ, ആരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നു അവരുടെ എല്ലാം സ്നേഹം നാം അറിയുന്നുണ്ട്, നാം മനസ്സിലാക്കുന്നുണ്ട്. തിരിച്ച് അതിന് പകരം അവരെ സ്നേഹിക്കാറുണ്ട്. എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഉപരിയാണ്, എത്രയോ കൂടുതലാണ് ഉടമസ്ഥനായ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നത്. ലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ. ഒരു സത്യനിഷേധി അള്ളാഹുവിൻ്റെ കരുണയെപ്പറ്റി, അള്ളാഹുവിൻ്റെ സ്നേഹത്തെപ്പറ്റി അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അവനൊരിക്കലും സ്വർഗത്തിൽ നിരാശനാകുമായിരുന്നില്ല. അത്രയധികം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉടമയാണ് അല്ലാഹു തആല. നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ അനുഭവിച്ച വേദനയുടെയും ബുദ്ധിമുട്ടിൻ്റെയും പേരിൽ ആ ഉമ്മക്ക് നമ്മളുള്ള സ്നേഹം എത്രയാണ്. നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല, നമുക്ക് ജന്മം നൽകിയിട്ടില്ല, ജനനത്തിന് കാരണമായി എന്നത് മാത്രം. അതുകൊണ്ട് ആ ഉമ്മക്ക് മക്കളോട് എത്ര സ്നേഹമാണ്. എന്നാൽ അല്ലാഹു തആല, അവൻ നമ്മളെ സൃഷ്ടിച്ചവനാണ്, അവൻ നമുക്ക് ജീവൻ നൽകിയവനാണ്, ജന്മം നൽകിയവനാണ്. ആ റബ്ബിന് എത്ര സ്നേഹമായിരിക്കും നമ്മളുണ്ടാവുക. അതുകൊണ്ടാണ് ഹദീസിൽ വരുന്നത്,
നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ റബ്ബി ലാ തസർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹു ഭൂമിയിൽ നിന്റെ ഒരു സൃഷ്ടിയെയും നിഷേധികളായ ആരെയും നീ ബാക്കി വെക്കരുത്. എല്ലാ നിഷേധികളായ മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നൂഹേ അത് ഞാൻ ചെയ്യാം, പക്ഷെ ഒരു ഡ്യൂട്ടി നീ പൂർത്തിയാക്കണം. 40 വർഷം കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കാൻ കൽപ്പിച്ചു. 40 വർഷം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തുണ്ടാക്കിയ പാത്രങ്ങളെ പൊട്ടിക്കാൻ വീണ്ടും അല്ലാഹു കൽപ്പിച്ചു. സ്വന്തം കൈകൊണ്ട് ത്യാഗം ചെയ്തുണ്ടാക്കിയ ആ മൺപാത്രങ്ങളെ പൊട്ടിക്കാൻ അല്ലാഹു പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവേ അതെന്തിനാണ്? അല്പം വിഷമം വന്നു. സ്വന്തം ത്യാഗത്തിൽ കൂടി നിർമ്മിച്ച ഈ മൺപാത്രങ്ങൾ പൊട്ടിക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോൾ അല്പം വിഷമം വന്നു. അല്ലാഹു തആല പറഞ്ഞു, നൂഹേ നിനക്ക് വിഷമമുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചവരാണ് മനുഷ്യർ. നഫഖ്തു ബിയദൈ, മനുഷ്യരെ ഖലഖ്തു ബിയദൈ വനഫഖ്തു ഫീഹി മിൻ റൂഹി, മനുഷ്യൻ എൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ്. ഞാൻ എൻ്റെ കരങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. ആ മനുഷ്യരെ മുഴുവൻ അങ്ങ് നശിപ്പിക്കാൻ നീ വെറുതെ പറയുകയോ? എത്ര സ്നേഹമാണ് ഉടമസ്ഥനായ അല്ലാഹു, എത്ര കരുണയാണ്. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി തആല എഴുതുന്നുണ്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, എന്തിനാ അല്ലാഹുവേ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു സമൂഹം. കാരണം അവർ കണ്ടത് ജിന്നുകളെയാണ് മുമ്പ് കണ്ടത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമൂഹം. അതുപോലത്തെ ഒരു സൃഷ്ടികളല്ലേ മനുഷ്യർ. എന്തിനാ അവരെ സൃഷ്ടിക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക്, ഞങ്ങൾ പോലെ ഞങ്ങൾ തസ്ബീഹ് ചെയ്യാം. പക്ഷെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ സൃഷ്ടികൾ ഏറ്റവും ഉന്നതരായ മനുഷ്യരെ കുറിച്ച് മലക്കുകൾ ഇത് പറഞ്ഞ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് മൗലാന എഴുതുന്നുണ്ട്, അല്ലാഹു തആല മലക്കുകളുടെ ജോലിയാക്കി. മനുഷ്യൻ എവിടെ നന്മ ചെയ്താലും അവിടെ പങ്കെടുക്കണം. പങ്കെടുത്താൽ മാത്രം പോരാ, ആ നന്മയെക്കുറിച്ച് ഏതൊരു മനുഷ്യനെ കുറിച്ച് മോശമായത് പറഞ്ഞോ അതേ മലക്കുകളുടെ ജോലിയാണ് ഈ മനുഷ്യൻ ചെയ്യുന്ന നന്മയെക്കുറിച്ച് പറയുകയും വേണം, അള്ളാഹുവിനെ അറിയിക്കുകയും വേണം. അള്ളാഹു എത്ര നമ്മളെ സ്നേഹിക്കുന്നു. മനുഷ്യരായ നമ്മളോട് എത്ര സ്നേഹമാണ് അള്ളാഹു. ലോകത്തൊരു സൃഷ്ടികൾക്കും നൽകാത്ത നിലയിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യരായി നമ്മൾ അള്ളാഹു തആല പൊതിഞ്ഞു. ഒരു സൃഷ്ടികൾക്ക് നൽകാത്ത അനുഗ്രഹം. നാം കഴിക്കുന്ന വിഭവങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കി. ഏത് മനുഷ്യരല്ലാത്ത ഏത് സൃഷ്ടികൾക്കാണ് ഇത്രയും വ്യത്യസ്തമായ വിഭവങ്ങൾ രുചിക്കാനുള്ള ഭാഗ്യം നൽകിയത്? മനുഷ്യന് മാത്രമാണ്. ഏത് വിഭവങ്ങളും അള്ളാഹു നൽകി. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബിനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا حدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ കഴിക്കാനുള്ള വിഭവങ്ങളെ പറ്റി ഇങ്ങനെ വിശാലമായി പറയുകയാണ്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? മാത്രമല്ല ഉലമാക്കൾ എഴുതി, അള്ളാഹു നൽകിയ വിഭവങ്ങൾ അത് മനുഷ്യന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ തോടുകൾ കൊണ്ട് അതിനെ പുറംമൂടി നൽകി. ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ കഴിക്കുന്ന പല പഴങ്ങളും നമുക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് മറ്റുള്ള ജന്തുക്കൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. മനുഷ്യന് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹു വീണ്ടും അനുഗ്രഹിച്ചു. അതിന് പുറംതോടുകൾ നൽകി അള്ളാഹു അതിനെ അള്ളാഹു സുരക്ഷിതമാക്കി മനുഷ്യർക്ക് വേണ്ടി. നാം ചിന്തിച്ചു നോക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എത്രയാണ്. നിങ്ങൾക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ അതൊരിക്കലും എണ്ണിത്തീർക്കാൻ സാധിക്കില്ല. ഉലമാക്കൾ പറയുന്നുണ്ട്, അനുഗ്രഹങ്ങൾ എണ്ണാൻ സാധിക്കുകയില്ല. എണ്ണാൻ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ നന്ദി രേഖപ്പെടുത്തി? ഞാൻ നന്ദി കാണിച്ചത് വാദിക്കുക. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, നീ നിന്റെ കണ്ണുയർത്തി എന്തിലേക്ക് നോക്കിയാലും അത് അല്ലാഹുവിന്റെ നിഅമത്താണ്. അവിടുന്ന് മാറ്റി വീണ്ടും അടുത്തയിലേക്ക് നോക്കിയാൽ അതും അല്ലാഹുവിന്റെ നിഅമത്താണ്. നിന്റെ നോട്ടം പതിയുന്നതെല്ലാം
അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, അള്ളാഹു അടിമക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു ചെറിയ അനുഗ്രഹമാണ് അവൻ്റെ ശ്വസനം. എന്നാൽ ഒരു ദിവസം തന്നെ 24,000 പ്രാവശ്യം മനുഷ്യൻ ശ്വസിക്കുകയാണ്. 24,000 പ്രാവശ്യം. എത്ര അനുഗ്രഹമാണ്! അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒരിക്കലും എണ്ണിത്തീർക്കാൻ സാധിക്കുകയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൂട്ടുകാരുടെ കൂടെ യാത്ര പോകുന്ന സമയത്ത് ഒരു രോഗിയെ കണ്ടു. വളരെ കടുത്ത പരീക്ഷണം. അള്ളാഹു നമ്മളെല്ലാ പരീക്ഷണവും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുഷ്ഠരോഗിയാണ്, കണ്ണ് കാണുകയില്ല, സംസാരിക്കുകയില്ല, ചെവി കേൾക്കുകയില്ല. ഇങ്ങനെ പല പരീക്ഷണങ്ങൾ കൊണ്ട് ഒരൊറ്റ സമയം പലവിധ പരീക്ഷണങ്ങൾ കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ പോയി നോക്കി ഈ മനുഷ്യന് എന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ടോ എന്ന്. പരീക്ഷണങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പോയി ഒന്ന് അന്വേഷിക്കും ഈ മനുഷ്യൻ അള്ളാഹുവിന് എന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ടോ എന്ന്. കൂട്ടുകാർ പോയി നോക്കി, എന്ത് അനുഗ്രഹമാണ്? ഒരു അനുഗ്രഹവുമില്ല, പരീക്ഷണങ്ങൾ തന്നെ. തിരിച്ചു വന്നു, ഖലീഫ എന്ത് അനുഗ്രഹം? ധാരാളം പരീക്ഷണങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ, ഒരു അനുഗ്രഹം കാണാനില്ല. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ആ മനുഷ്യന്റെ വിസർജനം നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. അത് നടക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഫഹാദിഹി നിഅ്മത്തുൻ മിനല്ലാഹ്, അത് അല്ലാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വിസർജനം നടക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് മുൻഗാമികൾ പറയുമായിരുന്നു, നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഒരൽപ്പസമയം നിന്റെ 2 കണ്ണുകൾ അടയ്ക്കും. ഒരൽപ്പസമയം 2 കണ്ണുകൾ അടയ്ക്കും. എന്താ നിന്നെ മുന്നിൽ കാണുന്നത്? ഇരുളുകൾ മാത്രം. അതാ നീ ജനിക്കുമ്പോൾ ഈ അവസ്ഥയായിരുന്നുവെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ ഇരുളുകൾ കണ്ടുകൊണ്ട് ജീവിക്കണമായിരുന്നു. അല്ലാഹു എത്ര അനുഗ്രഹമാണ് ഈ കാഴ്ച. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് നൽകുന്ന സ്നേഹമുള്ള കരുണയുള്ള ഒരു ഉടമസ്ഥൻ. ഓരോന്നും അല്ലാഹുവിന്റെ അനുഗ്രഹം. ഈ ചൂട് സമയത്ത്, ഈ നോമ്പ് കാലത്ത്, നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി ചിന്തിച്ചു നോക്കി. നബി തങ്ങൾ പറഞ്ഞു, അത് കുടിച്ചാൽ ദുആ പറയണം. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ അദബൻ ഫുറാതൻ ബിറഹ്മതി വലം നജഅൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. അല്ലാഹു, നിന്റെ സ്നേഹം എത്ര വലുതാണ്. ഈ വെള്ളത്തെ നീ കുടിക്കാൻ എളുപ്പമായതും കുടിച്ചാൽ എളുപ്പത്തിൽ ഇറങ്ങുന്നതുമാക്കി. നീ ഇതിനെ ഉപ്പുരസമുള്ളതാക്കിയില്ല, കടുപ്പമുള്ളതാക്കിയില്ല. നിന്റെ കരുണ കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട് നീ ഇതിനെ എളുപ്പമാക്കിയില്ല. അല്ലാഹു ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ പറയേണ്ട ദുആയാണ്. വെള്ളം കുടിക്കുമ്പോൾ അല്ലാഹുവേ വബ്തല്ലത്തിൽ ഉറൂഖ്, എൻ്റെ ഞരമ്പുകളെല്ലാം അല്പം തണുപ്പുള്ളതായല്ലോ, ബുദ്ധിമുട്ടെല്ലാം മാറിയല്ലോ. എത്ര അനുഗ്രഹമാണ്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ 3 നിലയിലാണ്. നിഅ്മത്തുൻ ഹാസില വനിഅ്മത്തുൻ മുൻതദിറ വനിഅ്മത്തുൻ അൻത ഫീഹാ ലാ തഷ്കുർ. ഒന്ന്, അല്ലാഹു നിനക്ക് നൽകി കഴിഞ്ഞ അനുഗ്രഹങ്ങൾ. 2, അല്ലാഹു നൽകാൻ വേണ്ടി നിന്നിലേക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ. പല അനുഗ്രഹങ്ങളും നമ്മളെ ഏൽപ്പിച്ചില്ല, നമ്മുടെ ജീവിതം ഭാരമാകാതിരിക്കാൻ. അല്ലാഹു അത് സൂക്ഷിക്കുകയാണ്. അവസരങ്ങൾ ഓരോ സമയത്തും അല്ലാഹു ഇറക്കി തരികയാണ്. 3ാമത്തെ അനുഗ്രഹം, ആ അനുഗ്രഹം നിനക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ നീ അറിയുന്നില്ല. അല്ലാഹു ഇങ്ങനെ എത്ര സ്നേഹമാണ് നമ്മൾ, എത്ര കരുണയാണ്. അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാകുന്നത്. ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി തആല അലൈഹി യാത്ര പോകുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിവേറ്റു, നടക്കാൻ സാധിക്കാതെ അദ്ദേഹം ഇങ്ങനെ നിരാശനായി വിഷമിച്ച് അദ്ദേഹം ഇരിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം കാണുന്നു മറ്റൊരു മനുഷ്യൻ കാലില്ലാതെ ഇഴഞ്ഞു പോകുന്നു. അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചു, എനിക്കല്പം കാലിന് മുറിവേറ്റതാണ്, എന്നാൽ കാലില്ലാത്ത മനുഷ്യനാക്കിയില്ലല്ലോ. നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ്, ഇല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കാത്തവരെ കാണുമ്പോഴാണ് എൻ്റെ റബ്ബ് എന്നോട് എത്ര വലിയ കരുണയും സ്നേഹവുമാണ് കാണിച്ചത്, എനിക്ക് എത്ര വലിയ ഉപകാരമാണ് ചെന്ന് മനസ്സിലാകും.
സഹോദരന്മാർ, നമ്മൾ ലോകത്തുള്ള എല്ലാവരുടെ സ്നേഹവും നമ്മൾ അറിഞ്ഞു, പക്ഷെ നമ്മുടെ റബ്ബിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ അള്ളാഹു നമ്മളുള്ള സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ റബ്ബ് എത്ര സ്നേഹിക്കുന്നവനാണ്, നമ്മളോട് എത്ര കരുണയുള്ളവനാണ്, എത്ര വാത്സല്യമുള്ളവനാണ്. ലോകത്ത് അള്ളാഹുവിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഉറപ്പാണ്, നമ്മുടെ റബ്ബ് നമ്മളെ സ്നേഹിക്കുന്ന അത്രയും ലോകത്തൊരു ഉമ്മയും സ്നേഹിക്കുന്നില്ല, ഒരു മക്കളും സ്നേഹിക്കുന്നില്ല, ആരും സ്നേഹിക്കുന്നില്ല. അല്ലാഹ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നവൻ. റഹ്മതി വസിഅത് കുല്ല ഷൈ, റഹ്മതി വസിഅത് കുല്ല ഷൈ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ആരുടെയെങ്കിലും സ്നേഹങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. എൻ്റെ സ്നേഹമാണ് എല്ലാത്തിനേക്കാളും വലുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആരും നിങ്ങളെ സ്നേഹിക്കുകയില്ല. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബിയെ പറഞ്ഞു കൊടുക്കിൻ, എന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കിൻ, ഞാൻ അങ്ങേറ്റം ഒരു സ്നേഹിക്കുന്ന ഉടമസ്ഥനാണ്. തെറ്റിദ്ധരിച്ചു പോകണ്ട. നിന്റെ റബ്ബിനേക്കാൾ സ്നേഹിക്കുന്ന ലോകത്ത് ഒരു സൃഷ്ടിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട. എല്ലാ സ്നേഹവും അള്ളാഹുവിൻ്റെ സ്നേഹത്തിന്റെ താഴെ. അള്ളാഹു നിന്നെ സ്നേഹിക്കുകയാണ്, നിന്നിൽ നിന്ന് പകരം പ്രതീക്ഷിക്കാതെ. നിന്റെ ആവശ്യമില്ലാത്ത റബ്ബ്, അവൻ നിരാശയനാണ്, നിന്നിലേക്ക് ആവശ്യക്കാരനല്ല. അവൻ്റെ സ്നേഹം എല്ലാ സമയവും അവൻ്റെ ദാത്തിലുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ തിരിച്ച് ആ സ്നേഹം നഷ്ടപ്പെട്ട വാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മുടെ കൊലയാളികളായി മാറിയേക്കാം. ഇല്ല, അള്ളാഹു അവൻ്റെ സ്നേഹം എന്നും സ്നേഹമാണ്. മൗലാന അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി തആല എഴുതുന്നു, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അവൻ കോപിക്കുന്ന സമയത്തും അവൻ്റെ ദാത്തിൽ സ്നേഹമുണ്ടാകും. ലോകത്താരും ഉണ്ടാവുകയില്ല. ഉമ്മയാണെങ്കിൽ പോലും ദേഷ്യപ്പെടുമ്പോൾ ആ സമയത്ത് ആ ദാത്തിൽ സ്നേഹമില്ല, ആ ദേഷ്യം കഴിയുമ്പോഴാണ് സ്നേഹം വരുന്നത്. എന്നാൽ അല്ലാഹു തആല അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ കോപിഷ്ഠനായി നിൽക്കുന്ന സമയത്തും അവൻ്റെ ദാത്തിൽ സ്നേഹമുണ്ട്. മൗലാന എഴുതി, അതുകൊണ്ടാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹു കോപിഷ്ഠനായി പുറത്തു പോടാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുടെ ദുആ ചെയ്തു. ഇല്ലെങ്കിൽ ദുആ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു കോപിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുട് ചോദിക്കുന്നു, റബ്ബി റബ്ബി അൻദിർനി ഇലാ യൗമി യുബഅസൂൻ. അള്ളാഹു ദേഷ്യപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കി ശപിക്കപ്പെട്ടവനായി ഇറക്കി വിടുമ്പോൾ അപ്പോഴും ദുആ ചെയ്യാൻ സാധിച്ചത് ഇബ്ലീസിന് അറിയാമായിരുന്നു. അള്ളാഹു കോപിഷ്ഠനാണ്, പക്ഷെ അവൻ്റെ ദാത്തിൽ കരുണയും സ്നേഹവും ബാക്കിയാണ്. സഹോദരന്മാരെ, അള്ളാഹു അവൻ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ലോകത്താരും നമ്മളെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്നും തിന്മകൾ ആകാശത്തെ കയറിപ്പോകുമ്പോൾ തിരിച്ചെന്താണ് ഇറങ്ങി വരുന്നത്? അവൻ്റെ കരുണയും അനുഗ്രഹവുമാണ് വീണ്ടും ഇറങ്ങി വരുന്നത്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല മിനയിൽ അദ്ദേഹം ഹജ്ജിന്റെ സമയത്ത് ദുആ ചെയ്യുമ്പോൾ പറയുക, അല്ലാഹുവേ, നിന്റെ കരുണ എത്ര ഉന്നതമാണ്, നിന്റെ സ്നേഹം എത്ര വിശാലമാണ്. എന്നിന്ന് പാപങ്ങളിലേക്ക് ഉയർത്തുന്നു, നിന്നിന്ന് റഹ്മത്തിലേക്ക് ഇറങ്ങുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി, അതുകൊണ്ട് അള്ളാഹു അവൻ എത്ര സ്നേഹമുള്ളവനാണ്. ഒരു നോമ്പുകാരൻ നോമ്പ് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം അത് അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധമാണ്. ചില മുൻഗാമികൾ പറയുമായിരുന്നു, ഉപകാരം ചെയ്യുന്നവനെ ഒരു ഫഖീർ, ഒരു മിസ്കീൻ സ്നേഹിക്കുക എന്നത് അത്ഭുതമല്ല, മറിച്ച് അത്ഭുതം ഉപകാരം ചെയ്യുന്നവൻ ഒരു ഫഖീറിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അവൻ ഉപകാരം ചെയ്യുന്നു, നമ്മളാകട്ടെ ഫഖീറാണ്, അവന് തിരിച്ചൊന്നും ലഭിക്കാനില്ല. നമ്മളിന്ന് തിന്മകളെ നമ്മളിന്ന് കാണുന്നുള്ളൂ, എന്നിട്ടും നമ്മളെ സ്നേഹിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളുടെ മേൽ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. നാം സ്നേഹമെന്ന ഉയർന്ന ഈ നിഅമത്തിനെ തിരിച്ചു നൽകേണ്ടത് ആദ്യം അള്ളാഹുവിനാണ്. നമ്മളെ അള്ളാഹു ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ നമ്മുടെ മേൽ ബാധ്യതയാണ്, കടമയാണ് ഈ ഉടമസ്ഥനായ അള്ളാഹുവിനെ നാം സ്നേഹിക്കുക എന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ നന്ദി കെട്ടവരാണ്, എത്ര മോശക്കാരാണ്. ഇത്രയധികം സ്നേഹിക്കുന്ന അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ നന്ദി കെട്ടവരാരാണ്? അതുകൊണ്ട് മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ എപ്പോഴും സ്നേഹം തന്റെ റബ്ബിനോടായിരിക്കും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനാണെങ്കിൽ
അവന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം തൻ്റെ ഉമ്മയേക്കാൾ, തൻ്റെ വാപ്പയേക്കാൾ, തൻ്റെ മക്കളെക്കാൾ, തൻ്റെ കച്ചവടത്തേക്കാൾ, മുഴുവൻ വസ്തുക്കളേക്കാൾ മുഅ്മിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ റബ്ബിനോടുള്ള സ്നേഹമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബൽ അഷ്യാ ഇലൈ. അല്ലാഹ് നിന്നോടുള്ള സ്നേഹം അതെല്ലാ വസ്തുക്കളെക്കാളും കൂടുതലാക്കണം. ദാവൂദ് നബിയുടെ ദുആകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽഅമലു അല്ലദീ യുഖർരിബുനി ഇലാ വൽഅമലു അല്ലദീ യുബല്ലിഗുനി ഇലാ ഹുബ്ബിക. അല്ലാഹു നിന്നോടുള്ള സ്നേഹം ഞാൻ ചോദിക്കുന്നു. അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കാര്യം. അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വഅഹ്ലി വമിനൽ മാഇൽ ബാരിദ്. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹം അതിൻ്റെ നഫ്സിനേക്കാൾ കൂടുതലാക്കണേ. നിന്നോടുള്ള സ്നേഹം അതിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാക്കണേ. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹം ചൂട് സമയത്ത് കുടിക്കുന്ന തണുത്ത വെള്ളത്തേക്കാൾ കൂടുതലാക്കണേ. ആണ് മുഅ്മിന്റെ ഹൃദയത്തിൽ എപ്പോഴും സ്നേഹം കൂടുതൽ തൻ്റെ റബ്ബിനോടായിരിക്കും. അവൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയായിരിക്കും. സഹോദരന്മാർ, അല്ലാഹുവിനെ സ്നേഹിക്കും. റമദാൻ അല്ലാഹു നൽകിയത് വെറുതെ ഒരു മാസം വ്രതത്തിൽ കഴിഞ്ഞുകൂടാനല്ല, പട്ടിണി കിടക്കാനല്ല. ഈ ഒരു മാസത്തിൽ കൂടി നമ്മുടെ മുഴുവൻ സ്നേഹങ്ങളെക്കാൾ കൂടുതൽ തൻ്റെ റബ്ബിനോടുള്ള സ്നേഹമായി മാറണം. ഈ ഒരു മാസത്തിൽ കൂടി നാം അല്ലാഹുവിനെ അറിയണം, നാം അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറണം. തീർച്ചയാണ് അല്ലാഹു അതിന് ഏറ്റവും ഉന്നതമായത് പകരം നൽകും. ഉലമാക്കൾ പറയാറുണ്ട്, അമലുകളുടെ പ്രതിഫലം സ്വർഗമാണ് എങ്കിൽ സ്നേഹത്തിന്റെ പ്രതിഫലം സ്വർഗത്തിന്റെ ഒരു നിഅമത്തുമല്ല, സ്നേഹത്തിന്റെ പ്രതിഫലം അല്ലാഹു തന്നെയാണ്. അവനെ തിരിച്ചു നൽകും. അതുകൊണ്ട് നമ്മൾ ശരിയായി ഈ റമദാനോടുകൂടി നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് തിരിയട്ടെ. അൽ മുഹബ്ബത്തു ലിൽ ഖാലിഖ് വറഹ്മത്തു ലിൽ മഖ്ലൂഖ്. മുൻഗാമികൾ പറയാറുണ്ട്, സ്നേഹം അതാർക്കും സൃഷ്ടികൾക്കാർക്ക് കൊടുക്കാനുള്ളതല്ല, സ്നേഹം അല്ലാഹുവിന് കൊടുക്കാനുള്ളതാണ്. കരുണ അത് സൃഷ്ടികൾക്ക് നൽകാനുള്ളതാണ്. അങ്ങനെ നാം നൽകാൻ തയ്യാറായാൽ ആദ്യം അല്ലാഹു തിരിച്ചു നൽകുന്നത് ഈ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും നൽകും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അല്ലാഹുവിനെ ഒരാൾ ശരിയായി സ്നേഹിച്ചാൽ അവന് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം അവൻ്റെ ഹൃദയം ഏറ്റവും സുന്ദരമാകും, ഏറ്റവും നല്ല സ്നേഹത്തിലാകും, ഏറ്റവും വലിയ സുഖത്തിലാകും. ഈ ഹൃദയത്തിന്റെ ഉടമസ്ഥൻ ആ ഹൃദയത്തിൽ വരുമ്പോഴാണ് ആ ഹൃദയം സന്തോഷിക്കുന്നത്. വൽഖൽബു ലാ യുസ്ലിഹു വലാ യുഫ്ലിഹു വലാ യുസ്ലിഹു വലാ യതനഅമു വലാ യത്മഇന്നു വലാ യസ്കിനു ഇല്ലാ ബിഇബാദത്തി റബ്ബിഹി വഹുബ്ബി. ഹൃദയം ശരിയായി സന്തോഷിക്കുന്നത്, സുഖത്തിലാകുന്നത്, ഹൃദയത്തിന് രസം കിട്ടുന്നത് ആ ഹൃദയത്തിൽ തൻ്റെ റബ്ബിനോട് സ്നേഹമോ പ്രേമവും ഉണ്ടാകുമ്പോഴാണ്. അതില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകൾ അസ്വസ്ഥമായിരിക്കും. അതിൻ്റെ പുറംതോടി നല്ല ഭംഗിയുണ്ടെങ്കിലും ഉള്ള അസ്വസ്ഥമായിരിക്കും. തൻ്റെ റബ്ബിനെ സ്നേഹിക്കാത്ത ഹൃദയത്തിൻ്റെ ഉടമ എന്നും അസ്വസ്ഥമായിരിക്കും. ഒരു മുട്ട അത് ചെയ്യുന്നത് പോലെയാണ്. അതിൻ്റെ പുറം നല്ല മിനുസവും നല്ല ഭംഗിയും ഉണ്ടാകും, പക്ഷേ ഉള്ള് വളരെ മോശമായതുപോലെ. ഹൃദയത്തിൽ തൻ്റെ റബ്ബിനോട് സ്നേഹമില്ല എങ്കിൽ അതിൻ്റെ പുറം ഭംഗിയായിരിക്കാം, അവരുടെ ജീവിതത്തിൻ്റെ പുറം കണ്ടാൽ വളരെ ഭംഗിയായിരിക്കാം, പക്ഷെ ഉള്ള് അസ്വസ്ഥമായിരിക്കും. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ രണ്ടാമത്തെ പ്രയോജനം അവനെ അനുസരിക്കൽ എളുപ്പമാകും. നമുക്ക് അള്ളാഹുവിനെ അനുസരിക്കൽ ബുദ്ധിമുട്ട്. ഹൃദയത്തിൽ മറ്റുള്ള വസ്തുക്കളോടാണ് സ്നേഹം. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ആരാരെ ശരിയായി സ്നേഹിക്കുന്നോ അവരെ അനുസരിക്കൽ എളുപ്പമായിരിക്കും. എന്നല്ല, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യൽ, അർപ്പണം ചെയ്യൽ അത് രസമായി മാറും. ആസിയ ബീവിയെ പോലെ തിരവൻ ശക്തമായി ജീവനോടെ കിടക്കുന്ന ആസിയ ബീവിയുടെ ശരീരത്തിൽ ആണിയടിക്കുമ്പോൾ അവർ പുഞ്ചിരിക്കുകയാണ്. വേദനയാൽ പച്ചയായ ശരീരമാണ്, വേദനിക്കുന്ന ശരീരം. പക്ഷേ അള്ളാഹുമായുള്ള സ്നേഹത്തിൽ, പ്രേമത്തിൽ ലയിച്ചപ്പോൾ ആ ബുദ്ധിമുട്ടും വേദനയും രസമായി മാറി. അതുകൊണ്ടാണ് പുഞ്ചിരിച്ചത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കുമരത്തിലെത്തി തൂക്കാൻ നിർത്തുമ്പോഴും വളരെ സന്തോഷത്തിലാണ്. തന്നെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഫലസ്തു ഉബാലി ഹീന ഉഖ്തല മുസ്ലിമ അലാ അയ്യു ജമ്മിൻ കാന ഫില്ലാഹി മസ്റഈ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കൊന്നുകൊള്ളിൻ, എന്നെ ഷഹീദായിക്കൊള്ളിൻ, അതൊന്നും പ്രശ്നമില്ല. ഇതെല്ലാം എൻ്റെ റബ്ബിന് വേണ്ടി നൽകുകയാണ്. എനിക്ക് റബ്ബിന്റെ സ്നേഹം തിരിച്ചു കിട്ടും, അത് മതി. നിങ്ങൾ എന്നെ കൊല്ലുകയോ എൻ്റെ ശരീരം വികൃതമാക്കുകയോ എന്ത് ചെയ്തുകൊള്ളി.
അള്ളാഹുവിന് സ്നേഹം ഹൃദയത്തിൽ വന്നാൽ അവന് വേണ്ടി അർപ്പണം ചെയ്യാൻ എളുപ്പമായി മാറും. അതവൻ്റെ ജീവനാണെങ്കിൽ പോലും. പക്ഷെ സ്നേഹം ഹൃദയത്തിൽ വരണം. മൂന്നാമത് ഉലമാക്കൾ എഴുതി, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു അവനെ ഏറ്റെടുക്കും. അവൻ്റെ മുഴുവൻ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. യബ്ന ആദം ഉത്ലുബ്നി ഇൻ വജദ്തനി വജദ്ത കുല്ല ഷൈ വഇൻ ഫുതക ഫാതക കുല്ല ഷൈ. ഈ മനുഷ്യരെ, നിങ്ങൾ എന്തിനാ വസ്തുക്കളുടെ പിറകിൽ ഓടുന്നത്? നിങ്ങൾ എൻ്റെ പിറകിൽ ഓടി. നിങ്ങൾക്ക് എന്നെ കിട്ടിയാൽ വജദ്ത കുല്ല ഷൈ, എല്ലാം ലഭിച്ചു നിങ്ങൾക്ക്. പിന്നെ ലഭിക്കാത്തൊന്നുമില്ല. അധികാരം ലഭിച്ചു, സമാധാനം ലഭിച്ചു, ഐശ്വര്യം ലഭിച്ചു, എല്ലാം ലഭിച്ചു. അഥവാ നിങ്ങൾക്ക് എന്നെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അവിടെ അള്ളാഹുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ വന്നാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും. നമ്മുടെ കൈകളൊന്ന് ആകാശത്തേക്ക് ഉയർത്തിയാൽ മതി, ഉടനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സൗരമാരെ, പരിശുദ്ധമായ റമദാൻ, ഈ റമദാൻ ഇത് പ്രതിഫലത്തിന് വേണ്ടി മാത്രം ഉണരാനുള്ള മാസമല്ല. ഈ ഒരു മാസത്തിൽ കൂടി നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയണം. നമ്മുടെ ഹൃദയത്തിന്റെ മുഹബ്ബത്തും സ്നേഹവും വസ്തുക്കളിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് മാറണം. ദുനിയാവിന്റെ ആളുകൾ വസ്തുക്കൾക്ക് പിറകിൽ ഓടട്ടെ. ബാത്തിലിന്റെ ആളുകൾ, കുഫ്റിന്റെയും ശിർക്കിന്റെയും ആളുകൾ ദുനിയാവിന്റെ വസ്തുക്കൾ നേടാൻ ഓടട്ടെ. നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് അള്ളാഹുവിനെയാണ്. അവനെ ലഭിച്ചാൽ എല്ലാം ലഭിച്ചു. ഇല്ല, അള്ളാഹു ലഭിച്ചില്ല എങ്കിൽ നാം എന്തെല്ലാം സ്വരൂപിച്ചാലും അതെല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്. അതെല്ലാം താൽക്കാലികമാണ്. നബി, താങ്കൾ ആരെ സ്നേഹിച്ചാലും എല്ലാ സ്നേഹവും ബന്ധവും മുറിയാനുള്ളതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കും, ഒരിക്കലും മുറിയാത്ത ബന്ധമാണ്. എവിടെ പോയാലും നിന്റെ റബ്ബ് കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് വസ്തുക്കളെ പുറകെ ഓടാതെ അള്ളാഹുവിലേക്ക് തിരിയും. അള്ളാഹുവിനെ കരസ്ഥമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കും. നിങ്ങൾക്ക് അള്ളാഹുവിനെ ലഭിച്ചാൽ എല്ലാം നിങ്ങൾ കരസ്ഥമായി. ദുനിയാവിന്റെ ആളുകൾ വസ്തുക്കൾക്ക് പുറകിൽ ഓടിക്കോട്ടെ. അത് കണ്ടിട്ട് നമ്മൾ ആശിക്കണ്ട, നമ്മൾ സ്വപ്നം കാണണ്ട. നബിയോട് അള്ളാഹു പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി. നബി, തങ്ങളുടെ കണ്ണുപോലും ഉയർത്തരുത്. ദുനിയാവിന്റെ ആഡംബരവും അലങ്കാരവും കൊണ്ട് താങ്കൾ കണ്ണുയർത്തി നോക്കുക പോലും വേണ്ട. അത് അല്പസമയത്തേക്കാണ്, അത് താൽക്കാലികമാണ്. താങ്കൾക്ക് വേണ്ടത് എൻ്റെ തൃപ്തിയാണ്. സഹോദരന്മാരെ, ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയട്ടെ. നമ്മുടെ ജീവിത ലക്ഷ്യമതായി മാറട്ടെ. എനിക്ക് എൻ്റെ റബ്ബിനെ കരസ്ഥമാക്കണം. എനിക്ക് റബ്ബിന്റെ സ്നേഹവും അവന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും കരസ്ഥമാക്കണം. പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, അതില്ലാത്തവർ ജീവിക്കുന്നില്ലേ? അത് നേടാത്തവർ ജീവിക്കുന്നില്ലേ? അതെല്ലാം താൽക്കാലികമാണ്. ഒരു ദിവസം വരാനുണ്ട്, നമുക്ക് മുന്നിൽ ദിവസം വരാനുണ്ട്. അന്ന് ഒരു സ്നേഹവും വേറെ കാണുകയില്ല. ഒരു ഉമ്മയുടെ സ്നേഹവും കാണുകയില്ല, ഒരു ഭാര്യയുടെ സ്നേഹവും കാണുകയില്ല, ഒരു സ്നേഹിതന്മാരുടെ സ്നേഹവും കാണുകയില്ല. അന്ന് കാണുന്ന സ്നേഹം ഉടമസ്ഥനായ അള്ളാഹുവിന്റെ സ്നേഹം മാത്രമായിരിക്കും. യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈഅ വലാ ഹും യുൻസറൂൻ ഇല്ലാ മർ റഹിമല്ലാഹ്. ഇല്ലാ മർ റഹിമല്ലാഹ്. ആകെ ആഖിറത്തിൽ കാണുന്ന സ്നേഹം ഉടമസ്ഥനായ അള്ളാഹുവിന്റെ സ്നേഹവും കരുണയും മാത്രമായിരിക്കും. അന്ന് മനസ്സിലാകും, ദുനിയാവിൽ തന്റെ റബ്ബിനെ പ്രേമിച്ച്, തന്റെ റബ്ബിനെ സ്നേഹിച്ച്, തന്റെ റബ്ബിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി ജീവിച്ചവർ അന്ന് മഹ്ശറയിൽ അവർ കാണും തന്റെ റബ്ബ് നൽകുന്ന പരിഗണന, തന്റെ റബ്ബ് നൽകുന്ന സ്നേഹം. നാളെ മഹ്ശറയിൽ തന്റെ അള്ളാഹു ഉടമസ്ഥനായ അള്ളാഹു നൽകുന്ന സ്നേഹം, തന്റെ ഉടമസ്ഥനായ അള്ളാഹു നൽകുന്ന പരിഗണനയും അവന്റെ ചേർത്ത് പിടിക്കലും കാണുമ്പോൾ മനസ്സിലാകും, എനിക്ക് നഷ്ടമായിട്ടില്ല. ദുനിയാവിൽ ഞാൻ പരിശ്രമിച്ച് പാഴായിട്ടില്ല. എൻ്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി രാത്രിയെല്ലാം നിന്ന് നമസ്കരിച്ചത് എൻ്റെ തറാവീഹ് പാഴായിട്ടില്ല. എൻ്റെ ഖുർആന്റെ തിലാവത്ത് പാഴായിട്ടില്ല. ഞാൻ റമദാനിൽ ചെയ്ത നന്മ പാഴായിട്ടില്ല. ഉറപ്പാണ്, ഒരു ദിവസം വരാനുണ്ട്. അന്ന് മനസ്സിലാകും, എൻ്റെ റബ്ബിന്റെ ചേർത്ത് പിടിക്കൽ കാണുമ്പോൾ, റബ്ബിന്റെ പകരം നൽകുന്ന സ്നേഹം കാണുമ്പോൾ, എൻ്റെ റബ്ബിന്റെ സ്നേഹം കാണുമ്പോൾ മനസ്സിലാകും, ആ ത്യാഗമൊന്നും പാഴായിട്ടില്ല. എന്നാൽ മറ്റൊരു വിഭാഗം ജനങ്ങളും ആഖിറത്തിൽ വരും. ദുനിയാവിൽ ജീവിച്ചപ്പോൾ അവർ മറ്റുള്ള സൃഷ്ടികളുടെ സ്നേഹത്തിന്റെ പുറകിൽ പോയി. തന്റെ റബ്ബിന്റെ സ്നേഹം കാണാതെ അതിനെ മറന്ന് ബാക്കിയുള്ള വസ്തുക്കളുടെയും സൃഷ്ടികളുടെയും പുറകിൽ ജീവിച്ചു. അള്ളാഹുവിനെ സ്നേഹിക്കാൻ മറന്നുപോയി. 60 വർഷം ലഭിച്ചു, 70 വർഷം ലഭിച്ചു. പക്ഷെ തന്റെ റബ്ബിനെ സ്നേഹിക്കാൻ സാധിക്കാതെ, അവനെ പ്രേമിക്കാൻ സാധിക്കാതെ, അവനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ ദുനിയാവിൽ വസ്തുക്കൾക്ക് പുറകിൽ ജീവിച്ച് മരിച്ചവർ അവരും മഹ്ശറയിൽ വരും. അവരെ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ,
റബ്ബ് അല്ലാഹു തആല അവന്റെ സ്നേഹത്തിൽ നിന്നും അവന്റെ കരുണയിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുമ്പോൾ, ഒറ്റയാക്കപ്പെടുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ, വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അല്ലാഹുവിനെ ദുനിയാവിൽ മറന്നവരെ മാറ്റി നിർത്തപ്പെടുന്ന ദിവസമാണ് ആഖിറം. അന്ന് മനസ്സിലാകും എത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ നഷ്ടമാണ്. അന്ന് അല്ലാഹു നമ്മളെ മറക്കുന്ന സമയം നമുക്ക് മനസ്സിലാകും. ഫദൂഖു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും. നിങ്ങൾ ദുനിയാവിൽ എന്നെ മറന്നില്ലേ? നിങ്ങൾക്കെല്ലാം നൽകിയ, നിങ്ങളെ പരിപാലിച്ച എന്നെ നിങ്ങൾ ദുനിയാവിൽ മറന്നു അല്ലേ? ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ മറന്നിരിക്കുകയാണ്. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. നീ ദുനിയാവിൽ എന്നെ മറന്നു, എൻ്റെ കൽപ്പനകൾ മറന്നു. وكذلك اليوم تنسى, അതുകൊണ്ട് അതുപോലെ ഇന്ന് ആഖിറത്തിൽ ഞാൻ നിന്നെയും മറക്കുകയാണ്. ആര് നമ്മളെ സഹായിക്കും? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരികേണ്ട സമയമാണ്. റമദാൻ ഒരു നോമ്പിന് പകൽ പട്ടിണി കിടക്കാൻ വേണ്ടി മാത്രം നൽകിയതല്ല. ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് തിരിക്കാൻ അല്ലാഹു നൽകുന്ന ചില സന്ദർഭങ്ങളാണ്. ഇന്നലക്കും നിങ്ങൾക്ക് ചില സമയങ്ങളുണ്ട്. ഹദീസിൽ വരുന്നു ഇന്ന ലില്ലാഹി ഫീ അയ്യാമി ദഹ്രികും നഫഹാത്ത്, ചില സമയങ്ങൾ, അവസരങ്ങൾ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റടിച്ച് വീശുന്ന സമയങ്ങൾ. ഫതഅറദു ലഹാ, ആ സമയത്ത് നിങ്ങൾ മടി ബാധിച്ച് മാറി നിൽക്കല്ലേ. റമദാനിന്റെ ഓരോ രാത്രികളും പകലുകളും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കാറ്റടിക്കുന്ന രാത്രിയും പകലുമാണ്. ഈ സമയത്ത് ഒരൽപ്പം ത്യാഗത്തിന് തയ്യാറില്ല എങ്കിൽ, ഒരൽപ്പം രാത്രി എണീറ്റ് നമസ്കരിക്കാൻ തയ്യാറില്ല എങ്കിൽ, ഒരൽപ്പം ഖുർആൻ എടുത്ത് ചോദാൻ സമയമില്ല എങ്കിൽ, മറ്റുള്ള മാസങ്ങൾ പോലെയാണ് ഈ റമദാനുമെങ്കിൽ, ഈ മാസവുമെങ്കിൽ, സഹോദരന്മാരെ, ആര് നമ്മളെ സഹായിക്കാനാണ് ആഖിറത്തിൽ? അതുകൊണ്ട് റമദാൻ ജീവിതത്തെ പൂർണ്ണമായി തിരുത്താനാണ്, ഒരു തീരുമാനത്തിനാണ്, അള്ളാഹുവിലേക്ക് തിരിയാനാണ്. ഓരോ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് തിരിയട്ടെ എങ്കിൽ റമദാൻ പ്രയോജനമുള്ളതായി അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.